ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമ്മളെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിനേഷനുള്ള പരിശീലനത്തിലായിരിക്കും നിങ്ങൾ അല്ലേ? എവിടം വരെയായി നിങ്ങളെ പഠനമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലേ? അപ്പോൾ നല്ല രീതിയിലുള്ള പഠനം മുന്നോട്ട് പോകുന്നവർക്കും ഇനി പഠനം തീരെ മുന്നോട്ട് പോയ അല്ലെങ്കിൽ തീരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കൊരു 60 ഡേ സ്റ്റഡി പ്ലാൻ നോക്കാം. അതായത് 60 ദിവസമാണ് നമ്മളെ മുന്നിലുള്ളത്. ഈ 60 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് പഠിക്കാൻ വേണ്ടി പറ്റുക? നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അതായത് നമ്മളെ സിലബസ് നോക്കിയിട്ട് എങ്ങനെ നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. നോക്കിയേ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ദിവസത്തെ ഒരു ടൈം ടേബിൾ നമുക്ക് നോക്കാം. നോക്കിയേ, 60 ദിവസമാണ് ക്രാഷ് ആയത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും പഠിക്കേണ്ടത്, അതായത് ഡേ 1 ഡേ 2 എന്ന് പഠിക്കേണ്ടത് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? അവിടെ പ്രത്യേകമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡേ 1 അല്ലേ? ഡേ 1 അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നിങ്ങനെ താഴേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ സിലബസിൽ നമുക്ക് 10 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത് അല്ലേ? 10 യൂണിറ്റുകൾ. അപ്പോൾ ഈ 10 യൂണിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? മൊത്തമായിട്ട് പഠിക്കണം. അത് കൂടാതെ കൃത്യമായ ഇടവേളകളിൽ എന്ത് വേണം? അത് റിവൈസ് ചെയ്യണം. കൂടാതെ അതിനനുബന്ധമായിട്ടുള്ള എക്സാമിനേഷൻ നടത്തണം. എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു യൂണിറ്റ് എത്രത്തോളം പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളെ പുതിയ ടൈം ടേബിൾ ഉള്ളത്. നോക്കിയേ, ഇവിടെ ആദ്യത്തെ നമുക്ക് ടൈം ടേബിൾ നോക്കിയേ. ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 1 ആണ്, അക്കൗണ്ടിങ്. അന്നേ ദിവസം അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, പ്രിൻസിപ്പിൾ, സ്റ്റാൻഡേർഡുകൾ, അതേപോലെ തന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് പഠിക്കണം. രണ്ടാമത്തെ ദിവസം നമ്മൾ പഠിക്കും എന്താണ്? പാർട്ണർഷിപ്പിന്റെ പ്രധാനപ്പെട്ട ഇൻസോൾവൻസി എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ്, അതിന്റെ യൂസേജ് എന്താണ്, അതിന്റെ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ 2 ദിവസം കൊണ്ടാണ് നമ്മൾ തീർക്കുക അല്ലെ? ആ 2 ദിവസം കൊണ്ട് തീർത്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്ത ദിവസം നമ്മൾ ഈ പഠിച്ചത് റിവൈസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെ? പ്രോപ്പറായി റിവൈസ് ചെയ്തുകൊണ്ട് 4ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റിവിഷൻ എക്സാം എഴുതുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മൊഡ്യൂൾ നമ്മൾ എത്രത്തോളം പഠിച്ചു, ഓരോ ഏരിയയിൽ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി എന്ന് നമുക്ക് കൂടി മനസ്സിലാവാൻ, അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡന്റ് വരാനും കൂടി വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് അവിടെ റിവിഷൻ എക്സാമിനേഷൻ നടത്തുന്നത് അല്ലെ? അപ്പോൾ പ്രോപ്പറായിട്ടും ആ പഠിച്ച ഏരിയ എന്നുള്ള റിവിഷൻ എക്സാമിനേഷൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും 2ാമത്തെ യൂണിറ്റിലായിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലെ? ഏതാണ്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് യൂണിറ്റ് 2. 5ാമത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രധാനമായിട്ടും എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്ന് പഠിക്കുന്നു. 2ാമത്തെ ദിവസം, അതായത് 5 കഴിഞ്ഞ് 6ാമത്തെ ദിവസം യൂണിറ്റ് 2ന്റെ 2ാമത്തെ ദിവസം അല്ലെങ്കിൽ പ്രോപ്പർ ഡേയുടെ 6ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നു ഡിവിഡൻഡ് പോളിസി, അതേപോലെ ഫോംസ് ഓഫ് ഡിവിഡൻഡ്, എന്താണ് ഡിവിഡൻഡ് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട തിയറീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2ാമത്തെ മൊഡ്യൂള് അല്ലെങ്കിൽ 2ാമത്തെ യൂണിറ്റ് നമ്മൾ കവർ ചെയ്തുകൊണ്ട് അടുത്ത ദിവസം റിവിഷനും അത് ബന്ധമായിട്ട് എക്സാമിനേഷൻ നടത്തുന്നു അല്ലെ? അപ്പോൾ ഇതേപോലെ തന്നെയാണ് താഴേക്ക് വരുമ്പോൾ ഓരോരോ മൊഡ്യൂളുകളും അല്ലെ? അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഓരോ മൊഡ്യൂളുകളും ഇതേപോലെ പ്രോപ്പറായിട്ട് ആ മൊഡ്യൂളുകളെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഇടവേളകളിൽ എക്സാമിനേഷൻ നൽകിക്കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഇടവേളകളിൽ റിവിഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മളെ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസ് ഒന്നാകെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടൈം ടേബിൾ രൂപത്തിലേക്കാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ പുതിയ ബാച്ചുകൾക്ക് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ബാച്ചിൽ ഒരുപാട് ഫീച്ചേഴ്സ് ആണ്. നമ്മളെ ലൈവ് ക്ലാസ്സുകളായിട്ടും നമ്മളെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാം, നമ്മളെ സെറ്റ്, നെറ്റ്, HST പോലുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് കുട്ടികളെ മുന്നോട്ട് നയിച്ച പ്രഗത്ഭരായ ഒരുപാട് അധ്യാപകരുടെ നേതൃത്വത്തിലാണ് നമ്മളെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിലൂടെ നിങ്ങൾക്ക് ഒരു റാങ്കിലേക്ക് എത്താൻ, നമ്മളെ ഇപ്പൊ തന്നെ HSTയുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ അല്ലെ, നമ്മുടെ സ്വന്തം കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ നമുക്ക് അഭിമാനം ഒരുപാടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിലൂടെ നിങ്ങൾക്ക് ഓരോ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഒക്കെ ലഭിച്ചുകൊണ്ട് അതിലൂടെയുള്ള ഞങ്ങളുടെ അഭിമാനം കൂടി ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കട്ടെ. അതുകൊണ്ട് തന്നെ ജൂനിയർ അക്കൗണ്ടന്റിന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ജൂനിയർ അക്കൗണ്ടന്റ് എക്സാമിനേഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാം. എക്സാമിനേഷൻ ഡേറ്റ് ഒന്നുകൂടി പറയട്ടെ. എപ്പോഴാണ്? ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് എക്സാമിനേഷൻ ഡേറ്റ്. ഫെബ്രുവരി 26-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുത്തുകൊണ്ട് ഏപ്രിൽ 25-ാം തീയതി വരുന്ന എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.